ഹായ്! എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും ഡേ 1 മുതൽക്ക് ഡേ 20 വരെയുള്ള പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും ഡേ 21ന്റെ പ്രാക്ടീസിന് റെഡി ആയിരിക്കുന്നുണ്ടാവൂല്ലേ? എന്താണ് ഈ 21ന്റെ 21st ഡേയുടെ പ്രാക്ടീസ് എന്നറിയോ? മാഗ്നിഫിഷ്യന്റ് ഔട്ട്കം. അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. മാഗ്നിഫിസന്റ് ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വരാം. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കയറിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവുക. അവിടെ നിന്ന് എൻ്റെ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്, എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ പല ചിന്തകളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. മിക്കവാറും പേര് നെഗറ്റീവ് തോട്ടുകളായിരിക്കും മൈൻഡിൽ കൊണ്ടു നടക്കുന്നത്. എനിക്ക് ഇന്ന കാര്യം ശരിയാവോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും ഇനി ജീവിതത്തില്, എനിക്ക് നല്ലൊരു ജോലി ഇല്ലല്ലോ, എനിക്ക് ജോലി ഞാൻ എത്ര നാളായിട്ട് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ, എൻ്റെ ബിസിനസ് തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നോ, അല്ലെങ്കിൽ എനിക്ക് എക്സാമിന് പോകണം, എനിക്ക് എക്സാം പാസ്സാവോ, എനിക്ക് ഇന്റർവ്യൂ എനിക്ക് പാസ്സായി എനിക്ക് ജോബ് കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്താ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ സമാധാനക്കേട് ഉണ്ടാവുന്നത്, ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ, എനിക്ക് അപ്പോഴേ അറിയാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും പല ചിന്തകളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ, നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റി നോക്കിയേ. നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾനെസ് കൊണ്ട് നിറച്ചു നോക്കിയേ, നമ്മൾ നന്ദി വാചകങ്ങൾ കൊണ്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും ഒന്ന് നിറച്ചു നോക്കിയേ, നമുക്ക് അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് മൈൻഡ് ആയിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യും, നമുക്ക് നല്ല നല്ല കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രാജുവലി നല്ല നല്ല കാര്യങ്ങളെ അത് അട്രാക്ട് ചെയ്യും. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ, നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാവും, അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ളവരാവും. നമ്മൾ എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാല് എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നെഗറ്റീവ് മാത്രമേ നമ്മൾ അട്രാക്ട് ചെയ്യൂ. ഇപ്പൊ ഒരു ജോബ് കിട്ടാതെ വിഷമിച്ച് നടക്കുന്ന ആള് അവർ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടക്കുവാണ്, എനിക്ക് ജോബ് കിട്ടുന്നില്ല, ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്തു, ഞാൻ എവിടെയൊക്കെ ഞാൻ ഇന്റർവ്യൂവിന് പോയി, എനിക്കൊന്നും കിട്ടുന്നില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, ഇതിപ്പോ ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ, ഞാനൊന്നും രക്ഷപ്പെടത്തില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് നടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആ നെഗറ്റീവ് തോട്ടല്ലേ നമ്മളിലേക്ക് വരുള്ളൂ, നെഗറ്റീവ് എനർജി അല്ലേ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ നമ്മുടെ ബിസിനസ്സുകാരൻ രാവിലെ തന്നെ പറയുകയാണ്, എന്റെ ബിസിനസ്സിലൊന്നും ഒരു നേട്ടവുമില്ല, എനിക്കിന്ന് കസ്റ്റമർ ഒന്നും കിട്ടത്തൊന്നുമില്ല, വെറുതെ ഞാൻ അവിടെ പോയി ഇരിക്കുന്നതാണ്, വെറുതെ എന്റെ സമയം കളയുന്നതാണ്, ഇനി എങ്ങനെയാണ് ഇനി പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചാണ് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ഒരു എക്സാമിന് പോകുന്ന കുട്ടി അത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ മൈൻഡിലൊരു കോൺഫിഡൻസ് ഇല്ല, അത് പറയാണ്, എനിക്ക് എക്സാം എന്നത്തെയും പോലെ തന്നെ ആയിരിക്കും, ഇതൊക്കെ പാടായിരിക്കും, എനിക്കൊന്നും നല്ലോണം അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഞാൻ എത്ര പഠിച്ചാലും അവിടെ ചെല്ലുമ്പോ എല്ലാം മറന്നുപോകും, എനിക്കിതൊന്നും നന്നായിട്ട് എഴുതാനൊന്നും പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാരാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോഴേ, ഇന്ന് എനിക്ക് എന്തോരം ജോലികളാ ഉള്ളത്, ഈ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ വരുന്നതിന് മുന്നേ ഇതൊന്നും ചെയ്ത് തീർക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ, എന്റെ ജന്മം ഇങ്ങനെ തന്നെ ആവത്തുള്ളൂ, അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ നെഗറ്റീവ് തോട്ടുകളെ കൊണ്ട് നിങ്ങളുടെ മൈൻഡ് നിറയ്ക്കുകയാണോ, എങ്കിൽ നിങ്ങൾ അവിടെ അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് തിങ്സ് മാത്രമായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേൽക്കുവാണ്, നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങൾ രാവിലെ വളരെ സന്തോഷത്തോടെ ഓൺ ടൈമിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് എക്സർസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആ ജോലിക്ക് പോവാണ്. ആ ജോലിക്ക് പോയി നിങ്ങൾ അവിടെയുള്ള എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ടൊക്കെ സംസാരിച്ചു, നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആ മീറ്റിങ്ങിലൊക്കെ നിങ്ങൾ കയറി നന്നായിട്ട് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായിട്ടും, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടും, ഓഫീസിൽ എല്ലാവരും നിങ്ങളെ വളരെ സ്നേഹിക്കുന്നതായിട്ടും, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളതായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അതിനൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് നിങ്ങൾ ആ ദിവസം ഇറങ്ങി നോക്കിയേ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താ വ്യത്യാസം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുന്ന ആള് രാവിലെ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല ഹാപ്പി ആയിട്ട്, ഇന്നത്തെ ഇന്റർവ്യൂ എന്താണെങ്കിലും ഞാൻ പാസ്സാവും, എനിക്ക് ആ ജോലി എന്താണെങ്കിലും എനിക്ക് കിട്ടും, എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇന്റർവ്യൂ പാനലിലുള്ള എല്ലാവരും ചോദിക്കുന്നതിന് എനിക്ക് നന്നായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും,
അതിന് എനിക്ക് ആ ജോലി കിട്ടും, അങ്ങനെ വിചാരിച്ചിട്ട് അതിന് നന്ദി പറഞ്ഞ് എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിന് തന്നെ നന്ദി, പ്രപഞ്ചശക്തിക്ക് നന്ദി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ട് അന്ന് ഇറങ്ങി നോക്കിയേ. ഇനി അതും അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകുന്ന ആള് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് എനിക്ക് ശരിക്കും കസ്റ്റമേഴ്സിനെ കിട്ടും, എനിക്ക് തീരെ സമയം പോലും ഇന്ന് കിട്ടത്തില്ല, അത്രയ്ക്ക് എനിക്ക് കസ്റ്റമേഴ്സ് ആയിരിക്കും, എൻ്റെ ബിസിനസ്സിലേക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവും, ഇന്ന് എന്നത്തേനേക്കാളും നല്ല എനർജറ്റിക് ആയിട്ട് എനിക്ക് ഇരിക്കണം, എന്നത്തേനേക്കാളും നല്ല രീതിയിൽ എനിക്ക് വർക്ക് ചെയ്യണം, എനിക്ക് എൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ട ഓരോ കാര്യങ്ങളും ഇന്ന് എനിക്ക് ചെയ്യണം, ഞാനത് ചെയ്യും, ഞാനത് അച്ചീവ് ചെയ്യും, വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാനിന്ന് ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും ഇന്നത്തെ ദിവസം, താങ്ക് യു താങ്ക് യു താങ്ക് യു. നമ്മൾ നന്ദി പറയുക, അഡ്വാൻസ് ആയിട്ട് നമ്മൾ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എക്സാം എഴുതാൻ പോകുന്ന ആള് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇന്ന് ഞാൻ എക്സാം എന്തായാലും നന്നായിട്ട് അറ്റൻഡ് ചെയ്യും, ഇന്ന് എനിക്ക് എല്ലാ എക്സാമിനേക്കാളും നല്ല ഹൈ സ്കോർ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് വാങ്ങാൻ പറ്റും, ഞാൻ എക്സാം നല്ല രീതിയിൽ പാസ്സാവും, എനിക്ക് നന്നായിട്ട് എല്ലാം തന്നെ എഴുതാൻ പറ്റും, എനിക്ക് നല്ല ഓർമ്മശക്തി കിട്ടും, ഞാൻ എല്ലാം എഴുതി എൻ്റെ എക്സാം നല്ല രീതിയിൽ പാസ്സായിട്ട് ഞാൻ തിരിച്ചു വരും, താങ്ക് യു താങ്ക് യു താങ്ക് യു. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എന്താ പറയാ, അതുപോലെ വീട്ടമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല പോസിറ്റീവ് എനർജിയിൽ നല്ല ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം എല്ലാം ചെയ്യാനുള്ളതെല്ലാം ഞാൻ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നതിനും ഹസ്ബൻഡ് വരുന്നതിനും ഒക്കെ മുന്നേ ആയിട്ട് ഞാനത് ചെയ്യും, ചെയ്തിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഫ്രീ ടൈം ഞാൻ കണ്ടെത്തും, എന്നിട്ട് ആ ഫ്രീ ടൈമിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ എഴുന്നേറ്റു, ആ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് നടന്നു കഴിഞ്ഞതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മളൊന്ന് താങ്ക്സ് പറഞ്ഞ് നമ്മൾ അന്നത്തെ ആ ദിവസം തുടങ്ങുവാണെങ്കിൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് നടക്കാനുള്ള കാര്യങ്ങൾക്ക് നമ്മൾ താങ്ക്സ് പറഞ്ഞിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക, ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി എന്നെ അറിയിക്കുക. ഇപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you tomorrow for day 22. Bye.